ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ എന്താ പറയുക, നിങ്ങളെ കൺഫ്യൂസിങ് ആയിക്കുന്ന കുറേ മാറ്റേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഇനി പ്രോബ്ലംസ് ഒന്നും ഇവിടെ തരുന്നില്ല, കുറച്ച് തിയറി പാർട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഒന്ന് പഠിച്ചെഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വരാൻ സാധ്യത മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഈ ഒരു പാരഗ്രാഫ്, ഇത് നിങ്ങൾ പഠിച്ചു പോയിക്കോളുക. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മളിപ്പോൾ കണ്ടിന്യൂസിൽ പഠിച്ചത് നോർമൽ ആയിരുന്നു അല്ലേ. രണ്ടാമത്തെ ഡിസ്ക്രീറ്റിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ളായിരുന്നു ബൈനോമിയലും പോയ്സണും. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈ സ്ക്വയറും അതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രത്യേകിച്ച് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ അസംഷൻസ് കൊടുക്കും അല്ലേ. ആ അസംഷൻ ശരിയാണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിയത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് വേരിയബിൾസ്. നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്ന വേരിയബിൾസ് എന്തൊക്കെയാണോ അവ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് ഒബ്സർവ്ഡ് ഡാറ്റ to an expected model and the variance of a normally distributed population. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ടേമുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് പഠിച്ചു പോയിട്ട് എഴുതുക. ആ ഒരു കാര്യം മാത്രം അവിടെ നിന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വരാനുള്ള സാധ്യത ഉള്ളത് കൈ സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊന്ന് പഠിക്കുക. കാരണം ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആർ കെ ആൻഡ് 2k റെസ്പെക്റ്റീവ്ലി, വേർ കെ ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മൾ കൈ സ്ക്വയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസ് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ് പറയുക. അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് എന്നുള്ള ലെവലിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്തായിരിക്കും, കെയും 2k ആണ്. അതിൽ കെ എന്ന് പറയുന്നതാണ് എന്ത്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ആസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം കെ ഇൻക്രീസസ്, ഇനി എന്താണോ ഈ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു വാല്യൂ, ആ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരും. അപ്പോൾ കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും അത് ഏതായി മാറും എന്നാണ് പറയുന്നത്, ഈ കൈ സ്ക്വയർ മാറിയിട്ട് അത് നോർമലിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. കൈ സ്ക്വയർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ടെസ്റ്റ് ഫോർ ചെക്കിംഗ് വെദർ ഡാറ്റ ഫോളോസ് എ സ്പെസിഫിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ ഒരു കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് ഒരു ഡാറ്റ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള അറിയാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസും പഠിക്കുക, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെങ്കിലും പ്രോപ്പർട്ടീസും പഠിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. കൈ സ്ക്വയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ് എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം നിങ്ങൾക്ക് ചോദിച്ചാൽ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നടത്തുമ്പം അതിനെല്ലാം ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ആ പാരാമീറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അത് നോർമലി എന്തായിരിക്കും, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഇൻ ദ സം. ആ എടുത്തിരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാൻഡം ആയിട്ടുള്ള വേരിയബിൾ ഉണ്ടോ അതിൻ്റെ നമ്പറിനെ തന്നെയാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ കൈ സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ സ്പ്രെഡിങ്ങും ഒക്കെ ഉണ്ടായിരിക്കാം. ഹയർ ഡി എഫ് ലീഡ്സ് ടു മോർ സിമെട്രിക് ആയിട്ട്. ഞാൻ നേരത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പറയുമ്പം ആ ഒരു കർവൊക്കെ വരച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഹയർ ഡി എഫ് എന്ന് പറഞ്ഞാൽ, ഡി എഫ് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹയർ ആണെങ്കിൽ അത് സിമെട്രിക് മോഡലിലേക്ക് ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അത് തന്നെയാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. ആ കെയുടെ വാല്യൂ ഇൻക്രീസ് ആവും തോറും ഈ കൈ സ്ക്വയറിന് ഏതിനോട് സാമ്യത കൂടും, നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് സാമ്യത കൂടും. അതുകൊണ്ടാണ് ഈ ഹയസ്റ്റ് ഡി എഫ് വരുമ്പം തീർച്ചയായിട്ടും സിമെട്രിക്കലായി മാറുക, ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറും എന്നാണ് പറയുന്നത്.
പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ സം എപ്പോഴും എങ്ങനെയായിരിക്കും, സ്ക്വയേർഡ് വാല്യൂസ്, സം ഓഫ് സ്ക്വയേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഓൺലി ടേക്സ്, ഇതിൽ നമുക്ക് വാല്യൂസ് കിട്ടുമ്പം ഇത് പോസിറ്റീവ് ഫിഗേഴ്സിനെ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുള്ളൂ. കാരണം 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്കതിൻ്റെ അങ്ങേയറ്റം എന്താണെന്ന് പറയാൻ അറിയില്ല, അത്രയും അതുവരേക്കും അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്, അതായത് ഹൈലി റൈറ്റ് സ്ക്യൂഡാണ്, അസിമെട്രിക്കൽ, അതായത് വലത്തോട്ടേക്ക് കൂടുതൽ ചെരിവ് വരുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇതിൻ്റെ ചിത്രം എന്ന് പറയുന്നുണ്ടാവുക. DF ഇൻക്രീസ് ചെയ്യുന്തോറും കൂടുതൽ സിമെട്രിക്കായി മാറും. അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് സാമ്യത കൂടും. അതായത് ഒരു 30 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതിനേക്കാൾ എബവ് ഒക്കെ ആയിട്ട് എടുത്ത് വരുമ്പം തീർച്ചയായിട്ടും അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അടുത്ത് നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മീൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഇരട്ടി ആയിരിക്കും അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2DF എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പ്രോപ്പർട്ടി പറയുമ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും K ആൻഡ് 2K എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ഇരട്ടി എത്രയാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുക? ഒന്ന് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളിത് യൂസ് ചെയ്യാം. പിന്നെ എത്രത്തോളം എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സർവേ ഡാറ്റ എടുത്തു വയ്ക്കുക. ഇറ്റ് ക്യാൻ ടെസ്റ്റ് ഇറ്റ് പ്രിഫറൻസ് ഫോർ എ പ്രൊഡക്റ്റ് ഡിഫർ അക്രോസ് ഏജ് ഗ്രൂപ്പ്സ്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രിഫറൻസിനെ കുറിച്ച് അറിയാനാണ് നമ്മൾ റിസർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ പല വ്യത്യസ്ത തരത്തിലുള്ള പ്രായപരിധിയിലുള്ള ആളുകൾ ആ പ്രൊഡക്റ്റിനെ എങ്ങനെ കാണുന്നു, അവരെങ്ങനെ പ്രിഫർ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ അതിന് എത്രത്തോളം ഇൻഡിപെൻഡൻസി അവിടെ ഉണ്ട് എന്നറിയാനൊക്കെയാണ് യൂസ് ചെയ്യണത്. ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റിയാണ് അതിലെടുത്തിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഒരേപോലെ എടുക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഹോമോജിനിറ്റി പറയുന്ന ഒരേ രീതിയിൽ പോകുന്നത്. പിന്നെ വേരിയൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ വേരിയൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നോൺ ഓർ ഹൈപ്പോതൈസ്ഡ് പോപ്പുലേഷൻ വേരിയൻസ് അസ്യൂമിങ് ദ പോപ്പുലേഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതൊക്കെ ശരിക്കും പക്ക റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പം നിങ്ങളോട് ഇപ്പം ഇങ്ങനെ ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കൈ സ്ക്വയർ എന്താ പഠിക്കുക, ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് പഠിച്ച് വയ്ക്കുക, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ പറ്റുന്ന ആളുകൾ ഈ ഹെഡിങ് ഒക്കെ വെച്ച് ഒന്ന് എഴുതുക. അത്രേ അവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഒരു അനുമാനം ആദ്യം തന്നെ അവിടെ എഴുതി വയ്ക്കും. പിന്നീട് റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അതിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ കൈ സ്ക്വയർ യൂസ് ചെയ്യുന്ന. അവിടെ നോൺ സിമെട്രിക്കാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയുന്ന ഓൺലി പോസിറ്റീവ് വാല്യൂസ് എടുക്കുള്ളൂ പറയുന്നുണ്ട്. കാറ്റഗറിക്കൽ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ സൈസിനെ റിലൈ ചെയ്തുകൊണ്ടാണ് അത് കാര്യങ്ങൾ എങ്ങനെയാണ് കുറച്ചും കൂടി സ്മോളർ സാമ്പിൾസ് ഒക്കെ ആണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം 5 or more ആയിരിക്കും. ആ രീതിയിലായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. കാരണം കൈ സ്ക്വയർ എപ്പോഴും നമ്മൾ ആ ടെസ്റ്റ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ലാർജ് സാമ്പിൾസ് എടുക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് കൈ സ്കോറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതുപോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതേപോലെ പഠിച്ചെഴുതാനും ഇപ്പം പറ്റുള്ളൂ നമുക്ക്. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ റിസർച്ചുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറഞ്ഞു തരാനോ ഒന്നും നമുക്കിപ്പം അതിനുള്ളൊരു സമയമോ അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ല. അപ്പോൾ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ്. ഇതിനെ ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ് ടി ഡിസ്ട്രിബ്യൂഷൻ. അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. എസ്പെഷ്യലി സിനാരിയോസ് വേർ സാമ്പിൾ സൈസ് ആർ സ്മോൾ. ഇപ്പോൾ നമ്മളൊരു സിനാരിയോ എടുക്കുകയാണ്. ആ സിനാരിയോയിൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് റാൻഡം എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഒരു കാര്യം പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചത്. അപ്പോൾ സാമ്പിൾ സൈസ് ഇപ്പോൾ 10 പേരെ മാത്രം എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 30 പേരെ എടുക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു ചെറിയ അളവിലാണ് സാമ്പിൾസ് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്യൂട്ടബിളായ മെത്തേഡാണ് ഈ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലാണ് ഇതും വളരെയധികം ഉപയോഗിക്കുന്നത്. പോപ്പുലേഷൻ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനും കോൺഫിഡൻസ് കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ സ്മോൾ സാമ്പിൾസ് എടുത്തുകൊണ്ട് ചെയ്യുന്ന ആ ഒരു സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടി ടെസ്റ്റ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ എല്ലാ ടെസ്റ്റും എന്താ നോക്കി വയ്ക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ്. സിമെട്രിക്കൽ ആൻഡ് ബെൽ ഷേപ്ഡ് ആയിരിക്കും. അവിടെയും ഡിപ്പെൻഡ് ഓൺ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നുണ്ട്. അവിടെ n ഈസ് ദ സാമ്പിൾ സൈസ്, അതായത് n-1 n-1 ആണ് അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതിൽ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആണ്. പിന്നെ ഫ്യൂവർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആകുമ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ ഫാറ്റർ ടെയിൽസ് ആൻഡ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബെൽ ഷേപ്ഡ് ചിത്രത്തിൽ അതിൻ്റെ കർവ് വരുന്നതും അതിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്തോറും ടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. പിന്നെ മീൻ വേരിയൻസ് മോഡ്, മീൻ എന്ന് പറയുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ 0 ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, DF ആയിരിക്കും, 2നേക്കാൾ കൂടുതലുള്ളതായിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ മോഡ് എന്ന് പറയുന്നത് ഇത് 0 ആയിരിക്കും. അപ്പം മീനും മോഡും 0 ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് 2നേക്കാൾ കൂടുതലായിരിക്കും. പിന്നെ ഹെവിയർ ടെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെയിൽ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഈ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 പോർഷൻസ്, ഇതാണ് ടെയിൽ പോർഷൻ എന്ന് പറയുന്നത്, ഈ 2 പോർഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ചിത്രം വരച്ച് വരുമ്പോൾ ഉണ്ടാവുക എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഹെവിയർ ടെയിൽസ് ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അതർ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അതൊന്നും കൃത്യമായിട്ട് വേണമെന്നില്ല, പറ്റുന്ന ആളുകൾ മാത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതേപോലെ തന്നെ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് 1 സാമ്പിൾ ടി ടെസ്റ്റിലുണ്ട്, 2 സാമ്പിൾ ടി ടെസ്റ്റുകളുണ്ട്, പെയർഡ് സാമ്പിൾ ടെസ്റ്റുകളുണ്ട്, കോൺഫിഡൻസ് ഇൻ്റർവെൽസ് മീൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ വായിച്ച് പഠിക്കാനോ എഴുതിയെടുക്കാനോ ഒക്കെ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. പറ്റുന്ന ആളുകൾ മാത്രം ഒന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, ഡിസ്ട്രിബ്യൂഷനും പിന്നെ ടി ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, n എന്ന് പറയുന്നത് n സ്മോളർ ആയിരിക്കും. അതായത് നമ്പർ ഏകദേശം 13നേക്കാൾ താഴെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിലാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. ഇവിടെ n ചെറുതായിരിക്കുക 13നേക്കാൾ, അങ്ങനെ സാമ്പിൾ സൈസ് സ്മോൾ ആകുമ്പോഴാണ് ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുമ്പം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയും. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, n ഈസ് സ്മോളർ ദാൻ 30 ആയിരിക്കും. സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസർ ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കും. ഒന്നില്ലെങ്കിൽ 30ഓ 30ൽ താഴെയോ സാമ്പിൾ സൈസ് എടുക്കുന്നതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുന്നതുമായിട്ടുള്ള പോപ്പുലേഷനിലാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. പക്ഷേ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയില്ല, പക്ഷേ സാമ്പിൾ സൈസ് 30നേക്കാൾ താഴെയായിരിക്കും. അങ്ങനെയുള്ളവിടെയാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അസംഷൻസ് ഉണ്ട്, നോർമാലിറ്റി ഉണ്ടായിരിക്കും, ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഈക്വൽ വേരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കിക്കോളുക. ഇനി അടുത്തൊരു ഡിസ്ട്രിബ്യൂഷനാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെ പറഞ്ഞ പേരാണ് ഫിഷർ സ്നീഡക്കർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലാണ്, പ്രത്യേകിച്ച് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ടി ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ കൈ സ്ക്വയർ ഒക്കെ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എവിടെയായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സിലുമാണ്. പിന്നെ അതേപോലെ തന്നെ അവർ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതവിടെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തത്. പക്ഷെ അതേസമയം നമ്മുടെ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ്, ഓരോ വേരിയൻസിനെയും എങ്ങനെ അനലൈസ് ചെയ്യണം അതിന് വേണ്ടിയാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു ടേം അനോവ, അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് അനോവ. അപ്പോൾ അനോവ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നതിനുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ വരുന്ന കാര്യമാണ് അനോവ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, കമ്പയറിങ് വേരിയസ് ഡിഫറെൻറ്റ് പോപ്പുലേഷനിലത്തെ കാര്യങ്ങളുമായിട്ട് വേരിയൻസ് കമ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെയും പോസിറ്റീവ് വാല്യൂസ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു ബിലോ 30ൽ താഴെ വരുന്ന സാമ്പിൾസ് ഉള്ളതിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, എബവ് 30 വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് അവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. മറ്റവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നേ പറഞ്ഞാൽ ഇവിടെ 2 പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. DF1 DF2 ആണ് ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതും നോൺ സിമെട്രിക് ആൻഡ് സ്ക്യൂഡ് റൈറ്റ് ആയിരിക്കും. റൈറ്റിലേക്ക് കൂടുതൽ വളഞ്ഞു വരുന്ന ആ ഒരു മോഡലായിരിക്കും.
പിന്നെ പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരിക്കും എടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ chi² പറഞ്ഞ പോലെ 0 to ഇൻഫിനിറ്റി തന്നെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. എഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കലി യൂസ് ചെയ്യുന്നതാണെന്നുള്ളതും ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനാണെന്നുള്ളതും അതേപോലെ തന്നെ അനോവയിൽ യൂസ് ചെയ്യുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് ഈ അനോവ എന്ന് പറയുന്നത്? അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് എത്രത്തോളം അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, വ്യത്യസ്തത പുലർത്തുന്നുണ്ട് എന്നതിനെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഫ് ടെസ്റ്റും വേരിയൻസ് ഇനി അത്രയ്ക്ക് തന്നെ ഉള്ളൂ. റിഗ്രഷൻ അനാലിസിസ് അതിൻ്റെ ഭാഗം. ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിലെന്താണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൽ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നതാണ് ബൈനോമിയലും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ. കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോഴാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വന്നു, chi² വന്നു, ടി ടെസ്റ്റുകൾ വന്നു, എഫ് ടെസ്റ്റ് വന്നു, അല്ലെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ വന്നു. പിന്നെ ഈ എഫ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനമായിട്ട് വരുന്നത് ഏതിൻ്റെയൊക്കെ ബേസിസിലാണ്? ഒന്ന് അനോവി, പിന്നെ ഒന്ന് റിഗ്രഷൻ അനാലിസിസുമാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റിഗ്രഷൻ എന്താണെന്ന് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 2 ഗ്രൂപ്പ്സിൻ്റെ ഇടയിലുള്ള മീൻ ഡിഫറെൻ്റ് ആവുമ്പോഴാണ്. പക്ഷേ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണ്? ആ വേരിയൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ ഗ്രൂപ്പ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകളുള്ള വേരിയൻസിനെ കമ്പയർ ചെയ്യാനാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. 2 മീൻ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ടി സ്റ്റാറ്റിസ്റ്റിക് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ആൻഡ് df ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ റെസ്പെക്റ്റീവ്ലി. നമ്മളിവിടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പറഞ്ഞല്ലോ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ chi² ഡിസ്ട്രിബ്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും റേഷ്യോ എന്ന് പറയുന്നത് 2 chi² ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്നതാണ് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഒന്ന് അസംഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻഡിപെൻഡൻസ് ഉണ്ട്, നോർമാലിറ്റി ഉണ്ടായിരിക്കും, ഈക്വൽ വേരിയൻസ് ആയിരിക്കും അനോവയിൽ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളൊരു ജനറൽ ഐഡിയ ഈ ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതും എന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്ന പല ടെസ്റ്റുകളുടെ പേരുകളും ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടികളും എന്തിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന്, പിന്നെ ആ പല കാര്യങ്ങളൊരു കമ്പാരിസണൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്ര മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യാനുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസോ ഇക്വേഷൻ പഠിക്കാനൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നമുക്കിതുവരെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തിയറി പോർഷൻ ടെക്സ്റ്റിലുള്ള ആളുകൾ ഉള്ള പോലെ അടയാളപ്പെടുത്തി അത് പഠിച്ചോളുക. അല്ലാത്ത ആളുകൾ ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയ പോയിന്റെങ്കിലും എഴുതി വെച്ചിട്ട് അത് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാൻ പാകത്തിനൊന്ന് റെഡി ആയിക്കോളൂ. അത്ര മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.